ഹലോ ഗായ്സ്, സുഖമാണോ? അപ്പോൾ നമ്മൾ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയാ പോണേ. വീട്ടിൽ വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുഴ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. പുഴ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഏത് പുഴയാണെന്ന് ഗസ് ചെയ്യണം. സൺസ്ലാപ്പ്, നല്ല സൂപ്പർ പുഴ. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. കണ്ടോ, ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ വീട്. വാവ്, വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറവശത്തുള്ള പുഴയാട്ടോ ഇത്. വെരി ബ്യൂട്ടിഫുൾ. നമുക്കിങ്ങനെ വന്ന് റിലാക്സ് ഒക്കെ ചെയ്തിരിക്കാം. പക്ഷെ നിറച്ച് പാമ്പുണ്ടാവും മേ ബി. ഇപ്പം ഇവിടെ ഒന്നുമില്ല, വെട്ടി തെളിച്ചിട്ടേക്കാട്. കുഞ്ഞിലേക്ക് വരുമ്പോൾ ഇവിടെ നിറച്ചും കാടൊക്കെ ആയിരുന്നു, അതൊക്കെ വെട്ടിത്തെളിച്ചു. ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കാം കുറച്ച് നേരം നമുക്ക്. വെരി ബ്യൂട്ടിഫുൾ. കുഞ്ഞിലേക്ക് ഞാൻ ഇവിടെയാണ് ഗൈസ് കുളിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ. പക്ഷെ ഇപ്പം ഇറങ്ങാൻ പറ്റില്ല, ചേലിയാണ്. നമ്മുടെ അപ്പുറം കേട്ടോ പള്ളിയിൽ എന്തോ പരിപാടി നടക്കുക, അതിൻ്റെ ഗൈസ്. സൺ വെരി ബ്യൂട്ടിഫുൾ. കേസ് ഇവിടെ ആരൊക്കെയോ വാഴയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് ഇല്ലുണ്ട്. അവിടെയും വാഴ നട്ടിട്ടുണ്ട്, ഇവിടെയും വാഴ നട്ടിട്ടുണ്ട്, നടുക്കൊരു വാഴ. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. എന്ന് വ്ളോഗ് എടുത്താൽ ഈ ഡ്രസ്സ് ഇടുള്ളൂ. എനിക്ക് മടിയുള്ള ദിവസമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. ആൻഡ് മടിയുള്ള ദിവസമാണ് വ്ളോഗ് എടുക്കുന്നത്. ഡാൻസ് കളിക്കാൻ മടിയുള്ളപ്പോൾ വ്ളോഗ് എടുക്കും, വ്ളോഗ് എടുക്കാൻ മടിയുള്ളപ്പോൾ ഡാൻസ് കളിക്കും. അവരവിടെ ഇരുന്നിട്ട് നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ നടന്നിട്ട് വീട്ടിൽ പോകാൻ കേട്ടോ. കുറേ സ്റ്റെപ്പുണ്ട് കയറാൻ, പക്ഷേ കയറാൻ പറ്റുന്നില്ല, പ്രായമായില്ലേ, അതുകൊണ്ട്. കേസ്, അപ്പോൾ നമ്മൾ ഈ നിഗൂഢമായ വഴിയിലൂടെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ വീട്. എനിക്ക് ചെറുതിലേക്ക് ഈ വഴി വരാൻ പേടിയായിരുന്നു. ഇപ്പോൾ പേടിയില്ല, അതല്ലേ കുട്ടിയായില്ലേ. നമ്മുടെ വീട്. അപ്പോൾ ഗൈസിലെ നമ്മൾ പുഴയിലൊക്കെ പോയി വന്നിട്ട് നേരെ വീട്ടിലെത്തിയിട്ട് ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് ചായ ഉണ്ടാക്കുന്നത്. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. നല്ല സൂപ്പർ ചായയായിരുന്നു. ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ ചായ കുടിക്കുമായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിച്ച് ബിസ്ക്കറ്റും പിന്നെന്തോ രാവിലത്തെ ഇടിയപ്പോൾ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടികൾ നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയി വന്ന് അപ്പം തന്നെ കുളിച്ചായിരുന്നു. കുളിച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ട് നമുക്കിനി വിളക്ക് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറിലേക്കുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ വിളക്ക് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് നമ്മൾ 5 തിരിയിട്ടാട്ടോ ഇന്നും കത്തിക്കൽ. അപ്പോൾ ഇന്നും ഞാൻ തന്നെയാണ് വിളക്ക് വെക്കണേ. അപ്പം വിളക്കിൽ തിരിയിടുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നാമമൊക്കെ ചൊല്ലി കുറേ നേരം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, നമ്മൾ വീട് മൊത്തം അധികം പുകച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നാരായണീയ മന്ത്രം ഉണ്ടല്ലോ, അത് നമ്മളെന്നും കേൾക്കാറുണ്ട് കേട്ടോ സന്ധ്യയ്ക്ക്. പിന്നെ രാവിലെ ആണെങ്കിൽ നമ്മൾ ലളിതാ സഹസ്രനാമം കേൾക്കും, പിന്നെ കുബേരമന്ത്രം കേൾക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പം നാരായണീയം കേൾക്കും. അത് അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യം കേട്ടോ. അത് തന്നെ നമ്മൾ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാൻ പോവാണ്. ഇതും നമ്മൾ എന്നും ചെയ്യാറുള്ള കേട്ടോ. ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യണം തന്നെയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതേ വിളക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ.
കാര്യം ഒരു 6:30 6:45 സമയം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നേ. അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി വന്നിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആളെ കാണില്ല പറഞ്ഞിട്ട് ലൈറ്റൊക്കെ ഓണാക്കി കാണിക്കുവാണ്. പിന്നെ ഞാൻ വഴുതലങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇത് മറ്റേ നീളമുള്ള വഴുതലങ്ങയില്ലേ, അതാണ്. അപ്പോൾ നല്ല വിഷമൊന്നുമില്ലാത്ത വഴുതലങ്ങയാണ്. അപ്പോൾ ഞാനോർത്തത് മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത്, എനിക്ക് ഈ മധുരവും എരിവും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് മധുരവും എരിവും കൂടെ ഒരുമിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ അമ്മ മാങ്ങ കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ മാങ്ങ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പും മുളക് പൊടി, മസാലപ്പൊടി, ചൊറുക്ക, പിന്നെന്താ ചൊറുക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി ഇല്ലേ, അതിന് നമ്മളിവിടെ ചൊറുക്ക എന്നാണ് പറയുക. അതും പിന്നെന്താ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മളത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല കുറച്ച് ക്രിസ്പി ഒന്നും ആയിട്ട് കിട്ടില്ല, കുറച്ചിങ്ങനെ വാടിയിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി വന്നിട്ട് ഓരോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരണേ. എന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ എടുത്താൽ മതിയോ ഇങ്ങനെ എടുത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാനിങ്ങനെ പറയുകയാണ് ഇങ്ങനെ എടുത്താൽ മതി, അത് കണ്ടു വെച്ചാൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിൻ്റെ ഇഷ്ടത്തിന് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യാം കേട്ടോ. എണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കും. അതിനിടയ്ക്ക് എനിക്ക് അമ്മ പഴം കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോന്നിങ്ങനെ വെള്ളം കൊണ്ട് തരേ അല്ലെങ്കിൽ പഴമോ മാങ്ങ അങ്ങനെ ഇങ്ങനെ കൊണ്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവളും മാങ്ങ കഴിച്ചിട്ട് അതിൽ കൂടെ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും. ഞാൻ വീഡിയോ എടുക്കും ക്യാമറ ഓൺ ആക്കുമ്പം പുള്ളിക്കാരി ഇങ്ങനെ എൻ്റെ പുറകെ വന്നോളും ഓരോന്ന് കാണിച്ചിട്ട്. അപ്പം ഞാനിപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിന്നെങ്ങാനും വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ലത് എൻ്റെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എൻ്റെ രോമം പോലും കാണിക്കരുതെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ കൈ ഇങ്ങനെ നീട്ടി കാണിച്ചാട്ടോ. പുള്ളിക്കാരി വെറുതെ അവിടെ കിടന്ന് ഓരോന്നിങ്ങനെ കാണിച്ചിട്ട് എനിക്ക് ചിരിയും വരണുണ്ട്. എന്നാൽ ചിരിച്ച് കഴിഞ്ഞാൽ ഒരു കോപ്രായം കാണിക്കൽ കൂടും. അപ്പം ഞാൻ പിന്നെ ചിരിക്കാണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി എനിക്കിതേ പഴമൊക്കെ കൊണ്ട് തന്നെയുണ്ട്. എന്നിട്ട് പറയുന്നത് സിസ്റ്റേഴ്സ് ലവ് എന്നൊക്കെ പറഞ്ഞ് ഇടണം കേട്ടോ കുഞ്ഞേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ കുഞ്ഞേന്നാട്ടോ വിളിക്കുക, കുഞ്ഞി ചേച്ചി. അതായത് ഞാൻ രണ്ടാമത്തെ ചേച്ചിയാണല്ലോ, ചെറിയ ചേച്ചിയാണല്ലോ. അപ്പോൾ കുഞ്ഞേച്ചി എന്നുള്ളത് നമ്മളിപ്പോൾ ചെറിയ ചേച്ചിമാർ ഇവിടെ കുഞ്ഞേച്ചി എന്നാണ് വിളിക്കുക. അപ്പോൾ കുഞ്ഞേച്ചീനെ ഷോർട്ടാക്കിയിട്ട് കുഞ്ഞിലെ മുതൽ വിളിക്കണം കുഞ്ഞേന്ന്. അപ്പോൾ അതേ വഴുതലങ്ങ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ മീഷോന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇച്ചിരി ലൂസായിരുന്നു. എൻ്റെ സൈസ് ആക്ച്വലി ഒരു മീഡിയം മതിയായിരുന്നു. ഞാൻ എടുത്തത് ഒരു എക്സ്ട്രാ ലാർജ് ആയിപ്പോയി. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ. എനിക്ക് അമ്മയാണ് വാരി തന്നത്. അപ്പോൾ ഞാൻ കഴിക്കണ കണ്ടിട്ട് അനിയത്തിക്ക് കുശുമ്പായിട്ട് അവളും കഴിക്കുകയാണ്. അവൾക്ക് വാരി തന്നെന്ന് പറഞ്ഞിട്ട് അവളടക്കം വന്ന് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ സൺഡേ ഒരു ഈവനിങ് തുടങ്ങി ഉള്ളൊരു വ്ളോഗാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഫുഡ് കഴിച്ചു, ഇനി കിടക്കാൻ പോവാണ്. അപ്പോൾ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ കോളേജിൽ പോണ വീഡിയോ ആയിട്ട് ഞാൻ വരാം. നാളെ ഞങ്ങൾ സെക്കൻഡ് സെം തുടങ്ങുകയാണ്. അപ്പോൾ നാളെ രാവിലെ എനിക്ക് കോളേജിലേക്ക് പോകണം. പിന്നെ ഇന്ന് നമ്മുടെ ചാനൽ 600 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പം 603 ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. കാര്യം 1.5 വർഷമായിരിക്കും ആ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ സമയമെടുത്തു. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ ഇട്ട് തുടങ്ങിയപ്പം അത്യാവശ്യം നല്ല രീതിക്ക് റെസ്പോണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ. ലവ് യു ഓൾ.